ചിറ്റൂർ നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ വരുന്ന 5 വർഷത്തിനകം കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന്റെ ഭാഗമായി നെറ്റ് സീറോ കാർബൺ 2030 പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കാലാവസ്ഥ സൗഹൃദവും ഉത്തരവാദിത്വമുള്ളതുമായ വികസന മാതൃകയിലേക്ക് നയിക്കുക, ഭാവി തലമുറകൾക്കും ഇതര ജീവജാലങ്ങൾക്കും ആരോഗ്യപരമായ പരിസ്ഥിതി സൃഷ്ടിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ദൗത്യം. ശാസ്ത്രീയമായ പഠനങ്ങളും സമൂഹ പങ്കാളിത്തവും ഏകോപിപ്പിച്ച് സുസ്ഥിരവും ഹരിതവുമായ സംവിധാനമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. പരിസ്ഥിതി ദിനത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം റിട്ടയർഡ് IPS ഓഫീസർ ഋഷിരാജ് സിംഗ് നിർവഹിച്ചു. ചെടികൾ കൂടുതൽ ഇന്നേയും നമ്മൾ ചെയ്യണം. ഇന്ന് നാളെ മറ്റന്നാൾ മുതൽ നമ്മുടെ കഴിവനുസരിച്ച് സ്ഥലം കണ്ടുപിടിച്ച് കൂടുതൽ ചെടികൾ നമ്മൾ വളർത്താൻ നമ്മൾ ശ്രമിക്കണം. കൂടുതൽ മരങ്ങൾ ഉണ്ടായാൽ അതിന് കൂടുതൽ ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് തണൽ കിട്ടില്ല. ഇപ്പോൾ നമ്മൾ പത്രത്തിൽ വായിച്ചു 45 ഡിഗ്രി ടെമ്പറേച്ചർ നമ്മുടെ പാലക്കാട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ദിവസേന ഉണ്ടായിരുന്നു. അത്രയും ടെമ്പറേച്ചർ ഇത് ആദ്യമായിട്ടാണ് കൂടുക. ഇത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു വീട്ടിൽ 45 ഡിഗ്രി ഉണ്ടായ ആ സമയത്തിൽ ചൂട് കൂടുതലുണ്ടെങ്കിൽ ആ വീട്ടിലെ ഒരു 10ഓളം മരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ 45 ആ താപനില 35 വരെ കുറയുമെന്നാണ് പറയുന്നത്. 8, 9, 10 ഡിഗ്രി വരെ താപനില നമുക്ക് താഴെ കൊണ്ടുവരാൻ പറ്റും മരങ്ങൾ ഉണ്ടായാൽ. നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബിനു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ BM മുസ്തഫ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം MV ധന്യ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C ബീന, നാട്ടുകൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ കവിത, ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CP വിപിൻ, N രാജി, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബു താഹിർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമന, ആരോഗ്യ വിദ്യാഭ്യാസ യൂണിറ്റ് ചെയർമാൻ P മണികണ്ഠൻ, റെയ്നോൾഡ് സ്കറിയ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി മുരളി സ്വാഗതവും സെക്രട്ടറി ബിന്ദു നന്ദിയും പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.